നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ശക്തമാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയ തലങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിലൊന്നാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. മത്സരിക്കുന്നത് VK പ്രശാന്തും R ശ്രീലേഖയും K മുരളീധരനും ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു മണ്ഡലത്തിന്റെ വിജയം ആർക്കാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള പോരാട്ടം, ത്രികോണ മത്സരം നടക്കുകയാണ് വട്ടിയൂർക്കാവിലെങ്കിൽ ചില ഭയപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില ഭയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ VK പ്രശാന്തിന് തന്നെയാണ് വട്ടിയൂർക്കാവിൽ സാധ്യതയുള്ളത് എന്ന് LDF നേതൃത്വം ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടെങ്കിലും അത് വാക്കാൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. VK പ്രശാന്തിന്റെ പേടി സ്വപ്നമായിട്ട് R ശ്രീലേഖ മാറുന്നുണ്ടോ എന്ന് തോന്നുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. R ശ്രീലേഖയെ തകർക്കാൻ വേണ്ടി പ്രത്യേക അജണ്ടയോടെ തയ്യാറാക്കിയിട്ടുള്ള അഭിമുഖം സംഘടിപ്പിച്ച് SFI പ്രവർത്തകർ രംഗത്തെത്തി എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അതായത് മാധ്യമപ്രവർത്തകർ എന്നുള്ള വ്യാജേനെ R ശ്രീലേഖയെ കാണാൻ 4 പേർ അടങ്ങുന്ന ഒരു സംഘം എത്തുന്നു. പിന്നീട് അവരുടെ പേര് വിവരങ്ങളൊക്കെ വെച്ച് സെർച്ച് ചെയ്യുമ്പോഴാണ് അത് SFI പ്രവർത്തകരാണ് എന്ന് മനസ്സിലാകുന്നത്. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നിതീഷ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇവർ ശ്രീലേഖയെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. രാത്രികാലമായതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ എടുക്കാൻ പ്രത്യേകമായിട്ട് സ്ഥലം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാരാർജി ഭവനിൽ തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു സൗകര്യം നൽകുകയും ചെയ്യുകയുണ്ടായി. അവിടെ വെച്ച് 1 മണിക്കൂറോളം നീളുന്ന ഇന്റർവ്യൂ, അത് പ്രത്യേക ലക്ഷ്യത്തോടെ, പ്രത്യേക അജണ്ടയോടെ SFI പ്രവർത്തകരുടെ ആക്രമണം എന്ന് തോന്നിക്കുന്ന തരത്തിലൊരു ഇന്റർവ്യൂ ആയിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ശ്രീലേഖ. അതായത് ശുദ്ധ അസംബന്ധം എന്നുള്ള രീതിയിലാണ് ഈ SFI പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ യഥാർത്ഥത്തിൽ BJPയെ LDF അല്ലെങ്കിൽ സഖാക്കന്മാർ ഭയക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. എന്തായാലും ഇന്ന് R ശ്രീലേഖ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ BJPയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ LDF സ്ഥാനാർത്ഥിയെ പോയി കാണുകയും അവരെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അവരുടെ AKG സെന്ററിൽ കയറി ചെന്ന് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഉണ്ടാകുന്ന ബഹളം ഇതാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്താനുള്ള സാധ്യതകളുണ്ട്. ആ ഇടത്ത് ഇതേ രീതിയിൽ BJPയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ BJP അത് ശാന്തമായിട്ട് നേരിട്ടു എന്ന് വ്യക്തമാക്കുകയാണ് R ശ്രീലേഖ. എന്തായാലും വലിയ പോര ഇപ്പോൾ വട്ടിയൂർക്കാവിൽ നടക്കുന്നുണ്ട് എന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിരിക്കുകയാണ്. R ശ്രീലേഖ വിജയിക്കില്ല, VK പ്രശാന്തിന് തന്നെയാണ് സാധ്യതകൾ എന്ന ആത്മവിശ്വാസത്തോടെ സഖാക്കന്മാർ പറയുമ്പോഴും ഉള്ളിലൊരു പേടി, R ശ്രീലേഖയ്ക്ക് മുന്നിൽ VK പ്രശാന്ത് തോൽക്കുമോ എന്നൊരു പേടി സഖാക്കന്മാർക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. ഏത് വിധേനയെങ്കിലും R ശ്രീലേഖയെ താറടിച്ചു കാണിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്ക് ഇടയിൽ തെറ്റിദ്ധാരണ പരത്തി കഴിഞ്ഞാൽ ആ വോട്ട് തിരിമറിക്കാം എന്നുള്ളൊരു രീതിയിലാണോ ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ളതൊക്കെ അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പോരാട്ടം ആണ് ഇവിടെ നടക്കുന്നത് എന്നത് ഇത്തരം ഒരു സംഭവത്തിലൂടെ വ്യക്തമായി കഴിഞ്ഞു. കേരള നിയമസഭാ മന്ദിരം, MLA ഹോസ്റ്റൽ, കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്നത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അല്ലാത്ത കാര്യങ്ങൾ നോക്കുമ്പോഴും പ്രസക്തമാകുന്ന ഒരു സ്ഥലമാണ്, ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരും സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും ബിസിനസ്സുകാരും അടക്കം ഉൾപ്പെടുന്ന ആളുകൾ താമസ യോഗ്യമാക്കുന്ന ഇവിടം പ്രത്യേകമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിൽ 4 വശവും ചിന്തിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന ആളുകളാണ് എന്നതും മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചധികം ശക്തമുള്ളത് തന്നെയാണ്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് വന്നതോടെ കേരളം ഉറ്റുനോക്കിയ ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്നതും ശ്രദ്ധേയമാണ്. 2016 K മുരളീധരൻ 51,322 വോട്ട് നേടി വിജയിച്ചുവെങ്കിലും കോൺഗ്രസിന് മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ 12.38% വോട്ടിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത്. BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 43,700 വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തി 32.19% വോട്ട് വിഹിതം നേടുകയും ചെയ്തു. BJPക്ക് 20.21%
വോട്ടിന്റെ വർധനവാണ് ആ കാലയളവിൽ ഉണ്ടായത്. CPM-ന്റെ TN സീമ 40,441 വോട്ട് നേടി 3-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 29.79% വോട്ട് നേടുമ്പോൾ CPM-ന് അന്ന് 6.05% വോട്ടിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. മുരളീധരൻ MP സ്ഥാനം നേടി വടകരയിൽ പോയ സമയത്ത് 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് 54,830 വോട്ട് നേടി 44.25% വിജയിച്ച സ്ഥലമാണ് വട്ടിയൂർക്കാവ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി KM മോഹൻകുമാർ 40,364 വോട്ടും BJP-യിലെ S സുരേഷ് 27,453 വോട്ടുമാണെന്ന് കരസ്ഥമാക്കിയത്. 2021 CPM-ലെ VK പ്രശാന്ത് തന്നെ 61,111 വോട്ട് നേടി 44.40% വോട്ടോടുകൂടെ വിജയിച്ച മണ്ഡലമാണ്. 0.15% വോട്ടിന്റെ വർധനവാണ് അന്ന് CPM-നുണ്ടായത്. ഇങ്ങനെ വളരെ വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിലാണ് ഇപ്പോൾ വലിയ ത്രികോണ മത്സരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. R ശ്രീലേഖ ഏറ്റവും ശക്തമായിട്ടുള്ള IPS ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ അറിയപ്പെട്ടുള്ള നമ്മുടെ കേരളത്തിലെ ആദ്യ വനിതാ IPS-കാരി എന്നതടക്കമുള്ള ലേബലുള്ള R ശ്രീലേഖയുടെ ഒരു പ്രവർത്തനം, കൗൺസിലറായി പ്രവർത്തിച്ചതിന് ശേഷമുള്ള VK പ്രശാന്തുമായിട്ടുള്ള തർക്കം, അതൊക്കെ തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. K മുരളീധരന്റെ തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്ന സാഹചര്യം കൂടെയാണ്. അതേസമയത്ത് ഈ പറയുന്ന VK പ്രശാന്തും R ശ്രീലേഖയും തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നു. എന്തായാലും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ മാനിക്കേണ്ടതുണ്ട്, അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കൂടെ. പ്രശാന്ത് ജയിക്കുന്ന ഉറപ്പാണ്. ആർക്കൊപ്പമാണ്, എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ പ്രചാരണമൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? എല്ലാരും ഭരിച്ച് നാടിനെ കുട്ടിച്ചോറാക്കി. BJP തന്നെ വരണം, അവസരം കൊടുക്കണം. BJP-നെ സംബന്ധിച്ച് R ശ്രീലേഖയാണ് ഇപ്പോ കൗൺസിൽ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കല്ലോ ഒരു മുന്നോട്ടുള്ള പോക്ക്. അപ്പോ എങ്ങനെയാണ് തോന്നുന്നത്? ശ്രീലേഖ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. കുറച്ച് അറിവും കാര്യങ്ങളും ഉള്ള ആളെ. പിന്നെ ഇപ്പൊ നമ്മുടെ കോർപ്പറേഷൻ നല്ല കാര്യങ്ങളാണ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ 10 വർഷം ചെയ്തിട്ട് ഇവരാരും ചെയ്തില്ലല്ലോ. പിന്നെ പ്രധാനമന്ത്രിയുടെ സംഭവങ്ങളാണ് പേര് മാറ്റി അവരവരുടെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്നില്ല ഇവിടെ. അപ്പം മേയർ രാജേഷ് വന്നതിന് ശേഷം ചെയ്യുന്നുണ്ട്. പ്രസാദ് ജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെ തിരക്കേണ്ട കാര്യം തോന്നുന്നു. ജയിച്ചു കഴിഞ്ഞു. പിന്നെ കൊള്ളാം, ഇതൊക്കെ ഉറപ്പുള്ള കാര്യങ്ങളല്ലേ. വട്ടിയൂർക്കാവില് വേറെ ഒന്നും ആലോചിക്കേണ്ടതാണ്. ഒന്നും ആലോചിക്കില്ല. പ്രശാന്തിനാണ് ചാൻസ്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പണ്ടൊന്നും ഇവിടെ വികസന പ്രവർത്തനം ചെയ്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സ്കൂളുകൾ തന്നെ ഹൈടെക് ആക്കിയത് തന്നെ 10-40 സ്കൂൾ ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നോക്കണം കുട്ടികളുടെ. അപ്പൊ അതൊക്കെ ഒരുപാട് കാര്യം ചെയ്തു. പാലങ്ങൾ അങ്ങനെ ചെയ്യാൻ ചാൻസ്. എന്തായാലും ശക്തമായ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ ആര് വരാനാണ് സാധ്യത? ആര് വരാനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആര് വരാനാണ് ആഗ്രഹം? ആര് വരാൻ പഴയ മുരളിയാണ് വരാൻ ആഗ്രഹം. അതെന്തുകൊണ്ടാ? ഇവിടെ ഒരുപാട് വികസനം ചെയ്തിട്ടുണ്ട്. പ്രശാന്തിനെ കൊണ്ട് ഒന്നും കഴിയുന്നില്ല. മുഖ്യമന്ത്രി ശരിയല്ല. അയ്യപ്പന്റെ മുതലെല്ലാം കെട്ട്. നമുക്കാണെങ്കിൽ ഓട്ടോ ഇല്ല. പറഞ്ഞു മനസ്സിലായി. മുരളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടം കിട്ടും.